ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിൽസ് റൂട്ട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. എൻ്റെ പേര് രഞ്ജിത്ത് കൃഷ്ണൻ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്തിക്കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു ട്രാവൽ വ്ലോഗിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ അതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഇതിപ്പോൾ കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂലയിൽ നിന്ന് വടയേക്കാടോട്ടുള്ള വഴിയാണ്. ഇതൊക്കെ തോന്നിയ പോലെയാണ് വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാര്. ഒരു ശ്രദ്ധയോ ഒന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ക്യാമറ ഒന്നും ഗോപ്രോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ സ്വന്തം മൊബൈലിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റ് ചെയ്യുന്നത് ഫിൽമോര, അതിലാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ കൂടുതൽ ശീലിച്ചിട്ടുള്ള അഡോബ് പ്രീമിയറിലായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഏകദേശം 2007 തൊട്ട് 2010 വരെ ഞാൻ യൂസ് ചെയ്തിരുന്നു സംഭവം. കാരണം ഞാനൊരു ആ ഒരു ടൈമിൽ അനിമേറ്റർ ആയിരുന്നു. അനിമേഷൻ ഫീൽഡിൽ ബ്രദർ മാൻഫ്യൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ ഗോറേഗാവിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഗോറേഗാവ് അറിയാമല്ലോ, മുംബൈയിൽ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് മായ സോഫ്റ്റ്വെയറും പിന്നെ അഡോബ് പ്രീമിയറും ഒക്കെയാണ്. അതിന് കൂടുതലും ഓട്ടോഡെസ്ക് കമ്പഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. കാരണം എനിക്ക് ഫസ്റ്റ് റിസഷൻ ഹിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ജോബ് അവിടുന്ന് പോയി. അതിനുശേഷം ഫുള്ളി ഫിനാൻസ് ഫീൽഡായിരുന്നു. ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് ഫീൽഡിൽ ഏകദേശം 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് കമ്പനി വന്നിട്ട് HDFC ഇൻഷുറൻസ് ഫീൽഡിലാണെങ്കിൽ ഫസ്റ്റ് കമ്പനി വന്നിട്ട് HDFC ലൈഫാണ്. അതിനുശേഷം സെക്കൻഡ്, അതൊരു സീനിയർ ലെവൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFCയിലായിരുന്നു. അതിനുശേഷം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മെറ്റ് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. അവിടെ നിന്ന് വിട്ടു. വിടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടറേറ്റ് ഫിനിഷ് ചെയ്യണമായിരുന്നു. അപ്പം അതിൽ ഏകദേശം 3 മാസത്തെ പീരീഡ് വേണമായിരുന്നു എൻ്റെ വായുവയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം കമ്പനിയുടെ നോംസിൽ എനിക്ക് 20 ഡേയ്സാണ് പെയ്ഡ് സാലറി എന്നുള്ള രീതിയിൽ കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാണ്. റിസൈൻ ചെയ്യണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ യൂട്യൂബർ എന്നുള്ള ഒരു പൊസിഷനിലോ ഒന്നും വരത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, മെയിനായിട്ട് ഒരു യൂട്യൂബർ എന്ന് പറയുന്ന പൊസിഷനൊന്നും വരത്തില്ലായിരുന്നു. ഞാനിപ്പം കുറേ ഏകദേശം മാറും നമ്മുടെ കോവിഡ് കാലത്തെ
ലോക്ക്ഡൗൺ പീരീഡിലാണ്, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പം കോവിഡ് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ അതുവരെ ശീലിച്ച് വന്നിട്ടുള്ള കമ്പനികളിലൊക്കെ ജെന്യുവനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ സാധനം വിൽക്കാൻ കസ്റ്റമറെ കളിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇത്ര വർഷം അടച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് സാധാരണ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഇത് കൊടുക്കുക. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നത് എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ 1 വർഷം അടച്ചാൽ മതി, ബാക്കിയുള്ള വർഷം അടയ്ക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ആ കമ്പനിയെ പറ്റി പറയുന്നില്ല, നല്ലൊരു കമ്പനിയാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്ന വളരെ ശരിക്കും പറഞ്ഞാൽ ഏജൻസിയിൽ വന്നിട്ട് നല്ല രീതിയിൽ അവർ ജെന്യുവനായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തത് ഡയറക്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇതിലാണ്. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, അതായത് അവർക്ക് വേണ്ട സർവീസ് ടു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, അതായത് അവർക്ക് സർവീസ് കൊടുത്തുകൊണ്ട് വേറൊരു പോളിസി ആൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതെടുത്തിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു എൻക്വയറി എടുത്തുകൊണ്ട് വേറൊരാളെ കണക്ട് ചെയ്ത് അങ്ങനെയാണ് സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. കാരണം അവരുടെ ഭാഗം കേട്ട് എന്താണ് ഈ കമ്പനിയിൽ എന്താണ് പ്രശ്നം, എന്താണ് ഡ്രോബാക്ക് ഉള്ളത്, അതെല്ലാം കണക്ട് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 4 വർഷമായിട്ട് ഞാൻ ഡയറക്റ്റ് ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സീനിയർ ലെവൽ പൊസിഷനിലോട്ട് കൂടുതൽ ബ്രാൻഡ് മാനേജർ അങ്ങനെയുള്ള ഇതിലോട്ട് എനിക്ക് എത്താൻ സാധിച്ചില്ല. കാരണം ഞാൻ ഒരു 4 വർഷം മുന്നേ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസിലോട്ട് എത്തിയത്. കാരണം ഇൻഷുറൻസിൽ അതിന് മുന്നേ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3 മാസം കൊണ്ട് പ്രൊമോഷൻ എടുത്ത് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീടുള്ള ഇപ്പോൾ 2010 താഴെയുള്ള എക്സ്പീരിയൻസിനെ ഒന്നും ഇവിടെയുള്ള ഇൻഷുറൻസ് കമ്പനികളൊന്നും അത് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കത്തില്ല. കാരണം 2010 ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ അവരുടെ ഒഫീഷ്യലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ എന്നുള്ള പൊസിഷനിൽ നിന്നാണ് കയറി ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഞാൻ ഫുള്ളി വർക്ക് ചെയ്ത ഫിനാൻസ് ഫീൽഡായിരുന്നു. ഫിനാൻസ് ഫീൽഡിൽ ഒരു IT കമ്പനിയിൽ ലാസ്റ്റ് വർക്ക് ചെയ്ത ഒരു IT കമ്പനിയിലാണ്. അവിടെ ഫിനാൻസ് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അവിടുന്ന് ഒരു 2.5 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം സീരിയസ് ആയിട്ട് കല്യാണാലോചനകളൊക്കെ തുടങ്ങിയ സമയത്ത് ആണ് കുറച്ചൊന്ന് ഫ്രീഡം വേണം. കാരണം ബാക്കിയുള്ള സമയത്തെല്ലാം ഫുള്ളി ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു കാരണം വീട്ടിലാണെങ്കിൽ തന്നെ ഫുള്ളി ടെൻഷനായിട്ട് നമ്മൾ ഫാമിലിയുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനോ ശ്രദ്ധിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പം ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ ഇത് ചൂസ് ചെയ്തത്, നമ്മളെ ഇൻഷുറൻസ് ഫീൽഡ് ചൂസ് ചെയ്തത്. പക്ഷേ ഒന്ന് കിട്ടുന്നതിനേക്കാളും ഒരു 30-50% ഡൗൺ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അപ്വേർഡായിട്ടാണ് സാലറി നോക്കുവാണെങ്കിൽ അപ്വേർഡായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ HDFC എന്ന് പറയുന്ന കമ്പനിയിൽ ആ ഒരു പൊസിഷൻ മാത്രമേ അവൈലബിൾ ഉള്ളായിരുന്നു. എന്തായാലും ഒരു ഹൈലി മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള ആ ഒരു ഇതിൽ HDFC ആണല്ലോ
HDFC ബാങ്കിൻ്റെ ഒരു സബ് ഇൻഷുറൻസ് കമ്പനിയാണല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 80% ഡൗൺ ആയിട്ടാണ് നമ്മുടെ സാലറിയിൽ നിന്ന് 80% ഡൗൺ ആയിട്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്തത്. പക്ഷേ അവിടെ ജസ്റ്റ് ഒരു 1 year മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനിടയിൽ എനിക്കൊരു പിന്നെ ഒരു ചാട്ടം പോലെ ഒരു സാലറിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അതിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ബഹ്റിനിലുള്ളൊരു വലിയൊരു ബാങ്കിങ് കമ്പനിയിൽ ഫിനാൻസ് കൺട്രോളറായിട്ടൊരു ഓപ്ഷൻ കിട്ടി, സെലക്ഷൻ കിട്ടി. അവിടുന്ന് ചാടി, അവിടോട്ട് പോകാൻ വേണ്ടി ചാടി. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ ഡെങ്കു ഫീവർ എഫക്റ്റ് ചെയ്ത് എനിക്ക് കയറി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്താണ് പിന്നെ ട്രൈ ചെയ്തപ്പോഴാണ് ഞാൻ PNB MetLifeൽ കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. അവിടെ നല്ലൊരു വർക്ക് കൾച്ചറായിരുന്നു, നല്ലൊരു ബോസും ഒക്കെയാണ് കിട്ടിയത്. അദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മളെ എങ്ങനെയാണ് കസ്റ്റമറെ ടാക്കിൾ ചെയ്ത് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം ഡീറ്റെയിൽ. പുള്ളി പ്രഷറുണ്ട് എങ്കിൽ തന്നെയും വർക്ക് ചെയ്യാനൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയാൽ പോലും എൻ്റെ കേരള റീജിയൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ലോഗിൻ ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ലോഗിന് വേണ്ടി ഭയങ്കര സപ്പോർട്ട് തരുന്ന ഒരു രീതിയായിരുന്നു നമ്മളുടെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ട് സോണിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് നിന്ന കമ്പനിയിൽ എനിക്ക് കമ്പനി സപ്പോർട്ടോ ഒന്നും വലുതായിട്ട് കിട്ടിയില്ല. കമ്പനി സപ്പോർട്ട് ഇൻ ദ സെൻസ് ഒരു എന്താ പറയുക, ഒരു ക്ലസ്റ്റർ ഹെഡിൻ്റെ അടുത്താണ് ആയാൽ പോലും നമുക്കൊരു സപ്പോർട്ട്. പുള്ളി ബാംഗ്ലൂരാണ് ഇരിക്കുന്നത്, പക്ഷേ ആ ഒരു സപ്പോർട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ PNB MetLifeൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു ടെറിട്ടറി ഹെഡ് അല്ലായിരുന്നു ഈ ഒരു കമ്പനിയിൽ. പുള്ളി സെൽഫിഷാണ്. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന വർക്കിന് നല്ല സപ്പോർട്ടാണോ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണോ എന്നൊന്നും പുള്ളി ചെക്ക് ചെയ്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങി പുതിയൊരു ശാസ്ത്രങ്ങൾക്ക് ഒരു പുതിയൊരു ബാങ്ക്, പണ്ടേ അറിയാവുന്ന ബാങ്കാണ്. പിന്നെ ഗോരേഗാവിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാങ്കാണ് RBL എന്ന് പറയും. അവിടെ ജസ്റ്റ് ഒന്ന് വന്നു NRI അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയേ പറയാം. ഇനി അങ്ങോട്ട് ഒരു ട്രാവലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ അതേപോലെ ട്രിവാൻഡ്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ക്രിയേഷനും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് ട്രാവലിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതൊരു ഇൻ്റർനാഷണൽ രീതിയിലുള്ള ട്രാവലിംഗ് വീഡിയോസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലുള്ള വീഡിയോ പോലെയല്ല. നമ്മുടെ സന്തോഷ് സാറിനെ അറിയാമല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത്. പുള്ളിയുടെ വീഡിയോസ് കണ്ട് അതിനോട് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ട്രാവലിങ്ങിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ പുള്ളി
സന്തോഷ് സാറ് കറങ്ങിയ രീതിയിൽ അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ. കാരണം ഓരോ അപ്ഡേറ്റ്സ് ആണെങ്കിൽ തന്നെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ്സ് അതേ രീതിയിൽ തന്നെ നമ്മളുടെ പക്കലെത്തിക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ആ ഒരു വീഡിയോസ് എല്ലാം വരുന്നത്. പിന്നെ തന്നെയല്ല, ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടിരുന്നു അതിൽ ഒരു വ്ളോഗിങ് എന്നുള്ള രീതിയിലല്ല ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൻ്റെ ലോഞ്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അതിൽ തന്നെ ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞു. പക്ഷേ അവസാനിക്കാൻ നേരം അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പല സുഹൃത്തുക്കളാണെങ്കിൽ തന്നെയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കാറുള്ള എന്താ അപ്കമ്മിങ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ആയാലും അവർ പറയുന്നുണ്ടായിരുന്നു ഇൻട്രോ പറഞ്ഞു, പക്ഷേ നീ എൻഡിങ് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിന് 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 6 വർഷം ഇൻഷുറൻസും 6.5 വർഷത്തോളം ഫിനാൻസിലും വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് അതായത് ഫിനാൻസ് ഫീൽഡിൽ ഓഡിറ്റ് വിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരിക്കും ഒരു ലക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. പല പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, ഞാൻ ആരാധിക്കുന്ന പല ആൾക്കാരുടെ അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം ഓഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതൊക്കെയാണ് അത് നിങ്ങൾക്കൊരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ കരുതി വെച്ചിരിക്കുകയാണ്. ആ വീഡിയോസിൽ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം പറയും. ഇപ്പോൾ നമ്മൾ എടപ്പഴിഞ്ഞിയിലാണ്. എടപ്പഴിഞ്ഞിയിൽ എൻ്റെ പഴയ ഓഫീസ് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, PNBയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ലോണിൻ്റെ എമൗണ്ട് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ എങ്ങും ATM ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ശാസ്ത്രമംഗലത്ത് പോകേണ്ടി വന്നു. ശാസ്ത്രമംഗലത്ത് പോയി എല്ലാം എടുത്തു, പൈസയൊക്കെ എടുത്തു. ഇനിയിപ്പം കൊണ്ടുവന്ന് അടയ്ക്കണം. കണ്ടില്ലേ നിങ്ങൾ, 2 സൈഡ് നോക്കൂ, പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല. നമ്മളിപ്പോൾ എടപ്പഴിഞ്ഞിയിലാണ്. എടപ്പഴിഞ്ഞിയിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. റെറ്റ്ന ഐ എന്നൊക്കെ പറയുന്ന ഏരിയയിലാണ്. എന്തായാലും ഒരു U-ടേൺ എടുത്തു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രൈവിങ് ഒരു ക്രേസിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പുറോട്ടനില്ല, സ്പേസ് കുറവാണെങ്കിൽ തന്നെ കയറ്റാം. അപ്പം നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി അടുത്ത വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇറ്റ്സ് രഞ്ജിത്ത് കൃഷ്ണൻ signing off from Silks Road. Thank you.